ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ആൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ ഫൈനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ചിക്കൻ പൊരിച്ചിട്ട് ആക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട്. പൊരിച്ച കോയിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞ പോലെ പൊരിച്ച കോയിൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാരങ്ങനീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പം അത്രത്തോളം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു, അത്രത്തോളം അതിലേക്ക് മസാലയൊക്കെ ഇറങ്ങിക്കോളും. അപ്പം ഞാൻ ഫ്രീ ആയ സമയത്ത് ജസ്റ്റ് തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനായിരുന്നു. തലേന്നല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നാണ് മാരിനേറ്റ് വെച്ചെങ്കിൽ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കരിഞ്ഞ് പോകാണ്ട് നോക്കണം. നല്ലോണം ഡ്രൈ ആയി ഫ്രൈ ആയി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. എല്ലാ സൈഡും ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ്റെ എല്ലാ ബാച്ചും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി റോസ്റ്റിലേക്കുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന പാൻ എടുത്ത് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അതെന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 6 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് എണ്ണ കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ജസ്റ്റ് മുകളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഉള്ളി ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കും കേട്ടോ, അപ്പോൾ പെട്ടെന്നൊന്ന് ആയി കിട്ടണ പോലെ തോന്നും. അപ്പോൾ ഒന്ന് കുത്തി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൊണ്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പം പെട്ടെന്ന് നമുക്ക് വാടി കിട്ടിക്കോളും നമ്മുടെ ഉള്ളി വാടുന്ന ഗ്യാപ്പിൽ നമുക്ക് തക്കാളി എടുക്കാം. ഒരു വലിയൊരു തക്കാളി, പിന്നെ ഒരു കുഞ്ഞു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞിതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും ഉള്ളിയും നന്നായി സോട്ട് ചെയ്തെടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുക്കായി വരട്ടെ. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഞാൻ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഉള്ളിയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും എല്ലാം നന്നായി സോട്ടായി വരുമ്പം അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, നോർമൽ മുളക് പൊടിയാണ്. അപ്പം എരി ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. നിങ്ങളുടെ മുളക് പൊടീൻ്റെ എരിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല, അപ്പം ഓൾമോസ്റ്റ് ആ ഒരു പാകത്തിനാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഉപ്പിട്ടിട്ടില്ല. ആദ്യം ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിട്ടതാണ്. അപ്പം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് കുറവാണോ കൂടുതലാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടീൻ്റെയും എല്ലാ പൊടികളുടെയും ചമ്മണുണ്ടല്ലോ അതൊന്ന് പോകണ വരെ മൂടി വെച്ച് കുക്ക് ചെയ്യണേ. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കാം. ഇനി മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
നന്നായി ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ വെന്ത് കിട്ടാനൊന്നുമില്ല, നന്നായി ഒന്ന് ബ്ലെൻഡായി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ചിക്കനിലേക്ക് ആ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലെൻഡായി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. ചിക്കൻ പൊരിച്ചിട്ടാക്കുന്നതുകൊണ്ട് ചിക്കൻ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, പിന്നെയും മൂടി വെക്കുക. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കുക്ക് ചെയ്യണം. യോഗട്ടാണ് ഞാൻ ആഡ് ആക്കുന്നത്, അതുകൊണ്ട് ഇതിനധികം പുളി ഉണ്ടാവില്ല. അപ്പം അധികം പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. 1 ടേബിൾ സ്പൂണോ 3/4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇത് പുളിയില്ലാത്ത തൈര് കൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തൈരായിട്ട് മിക്സ് ആയതിനു ശേഷം പിന്നെയും കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, എത്രത്തോളം നേരം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാ മസാലസും തൈരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവുന്നു, അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് കൂടുവേ. അറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടും. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ദോശ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിൻ്റെ ഒപ്പം പോകുന്ന അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്. ചിക്കൻ റോസ്റ്റ് ചിലർ പൊരിച്ചിട്ടാണ് ആക്കാറ്, ചിലർ പൊരിക്കാതെയാണ് ആക്കാറ്. പൊരിച്ച ചിക്കൻ റോസ്റ്റിനാട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ. ലൈക്ക് ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്കതാണ് ഒന്നുകൂടി ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഇനി ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് comment and subscribe too. Thank you for watching my video. Bye bye.